ഹലോ, ഒരു സദ്യയ്ക്ക് അത്യാവശ്യം വേണ്ട ഒരു കൂട്ടുകറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒത്തിരി നല്ല ടേസ്റ്റുള്ള ഡിഷാണ് കേട്ടത്. അപ്പോൾ ഞാൻ എളുപ്പത്തിൽ റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാൻ ഈ കൂട്ടുകറി ഉണ്ടാക്കുന്നത് ഈ കടച്ചക്ക വെച്ചിട്ടാണ്. ആദ്യം നമുക്കിത് തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം. ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഈ ചക്ക ഒത്തിരി വലുതായതുകൊണ്ട് ഞാനിതിൻ്റെ പകുതിയെ എടുക്കുന്നുള്ളൂ കേട്ടോ ഉണ്ടാക്കാൻ. കടച്ചക്ക ഞാൻ അതുമാതിരി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സവാളയാണ് വേണ്ടത് കേട്ടോ. ഇതുപോലൊരു സവാള ഞാൻ കട്ട് ചെയ്യണം. അത് ഇച്ചിരി വലിയ സൈസാണ് കട്ട് ചെയ്യുന്നത്. കൊച്ചുള്ളിയേക്കാളും നല്ല ടേസ്റ്റ് സവാള കേട്ടോ. നമുക്ക് ഇത് രണ്ടും നല്ലമാതിരി കഴുകിയെടുക്കാം. ഞാൻ പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലിട്ടാണ് ഞാൻ വേവിക്കാൻ പോകുന്നത്. എളുപ്പത്തിൽ വേവും, ഒറ്റ വിസിൽ വേവും കേട്ടോ. അത് കടച്ചക്കയും ഉള്ളിയും കൂട്ടിയിട്ട് അതിനകത്ത് ഇടുക പ്രഷർ കുക്കറിലേക്ക്. അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. പിന്നെ അല്പം കരിയാപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നല്ലൊരു കളർ കിട്ടും വേവുമ്പം തന്നെ. ഇത് നല്ലതുമാതിരി മിക്സ് ചെയ്തോളൂ. എന്നിട്ട് നമുക്കത് അടച്ചു വെച്ചിട്ട് ഒരൊറ്റ വിസിൽ വേവിച്ചെടുക്കാം കേട്ടോ. കൂടുതൽ വെക്കരുത്, വെന്ത് പോകും, വെന്ത് കുഴഞ്ഞു പോകും. ഒരു വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. അടുത്തതായി കറിക്ക് ആവശ്യമുള്ള ഗരം മസാല തയ്യാറാക്കാം. ഇത് ഒരു ഏലക്കായും ഒരു കറുവപ്പട്ട ഇട്ടിട്ട് 1 ടീസ്പൂൺ പെരുംജീരകം കൂടി ചേർത്തിട്ടുണ്ട്. നല്ല ചൂടാക്കി പൊടിക്കുക. ചക്ക അപ്പോഴത്തേക്കും വെന്ത് കഴിഞ്ഞിട്ട് നല്ല മാതിരി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ ഒരു 1/4 കപ്പ് തേങ്ങ തിരുമ്മിയത് എടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ പിഴിയാനാണ് കേട്ടോ. അത് റെഡിമെയ്ഡ് തേങ്ങാപ്പാൽ കിട്ടുകയാണെങ്കിൽ അത് ഓക്കെ. ഞാൻ വീട്ടിലുണ്ടാക്കുകയാണ്. അല്പം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ നിന്ന് അരച്ചെടുത്തിട്ട് നല്ല തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുവാണ്. അടുത്തതായി നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ഒരു ടീസ്പൂൺ കുക്കിംഗ് ഒഴിച്ചിട്ട് 2 വറ്റൽമുളക് ഇട്ട് കടുക് വറുക്കാനാണ് കേട്ടത്. കടുക് ഇട്ടു. ഒരു 1/4 ടീസ്പൂൺ കടുക് ഇടാം. പിന്നെ കറിവേപ്പില ചേർക്കാം. ഇതെല്ലാം ഒന്ന് ചൂടായി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. അടുത്തതായി 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നു കേട്ടോ. ഇതിൻ്റെ എരിവ് മതി. കൂട്ടുകാർക്ക് ഒത്തിരി എരിവുള്ള അത്ര നല്ല രുചിയൊന്നുമില്ല. അത് ഓരോരുത്തരും ഇഷ്ടമാണ്. അടുത്തതായി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കയും ഉള്ളിയും കൂടി വേവിച്ച് വെച്ച് നമുക്ക് ചേർക്കാം. എന്നിട്ട് ഒന്ന് നല്ല മരുന്ന് ഇളക്കിക്കോളൂ കേട്ടോ. അടുത്തതായി നമുക്ക് ചൂടാക്കി പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല ചേർക്കാം. ഇനി ഒരു 1/4 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം കൂടി ചേർക്കാം കേട്ടോ. എന്നിട്ട് അത് ഒന്നുകൂടി ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഈ മസാലകളൊക്കെ ഈ കഷ്ണത്തിനകത്ത് പിടിക്കും കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തേക്കണേ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർക്കാം. ഒരു 1/2 കപ്പോളുണ്ട്. നല്ല തിക്ക് തേങ്ങാപ്പാലുണ്ടത്. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കരുത്. കാരണം തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒഴിക്കാൻ പറഞ്ഞത്. ഉപ്പ് നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ അല്പം ഉപ്പ് കൂടി ആഡ് ചെയ്തോളൂ കേട്ടോ. ഇത് ഒത്തിരി എളുപ്പമുള്ള റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണത്. ചപ്പാത്തിക്ക്, ഇടിയപ്പത്തിനും, അപ്പത്തിനും ഒക്കെ ഒത്തിരി നല്ല ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക. കമൻസും ലൈക്കും ഒക്കെ ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത മറ്റൊരു റെസിപ്പിയായിട്ട് ഞാൻ വരുന്നുണ്ട്. ഓക്കെ, ബൈ.